മാസപ്പടി കേസിൽ ടി വീണയുടെയും CMRLന്റെയും കൂടുതൽ കടലാസ കമ്പനികളിലേക്ക് ED അന്വേഷണം. എക്സാലോജിക്കിന് പുറമെ വീണയ്ക്ക് വേറെയും കമ്പനികളിൽ പാർട്ണർഷിപ്പുകളും ഉണ്ടായിരുന്നു എന്നാണ് ED അന്വേഷിക്കുന്നത്. വീണ പാർട്ണറായുള്ള ലേക്കർ ഇന്ത്യയുടെ അക്കൗണ്ടിൽ 15.5 ലക്ഷം രൂപ ED മരവിപ്പിച്ചിരുന്നു. കടലാസ് കമ്പനികൾ രൂപീകരിച്ച് കള്ളപ്പണ ഇടപാടുകൾ നടന്നിട്ടുണ്ടാകുമെന്ന സൂചനയിലാണ് ED വിശദമായ അന്വേഷണത്തിലേക്ക് കടന്നത്. കോഴിക്കോട് ആസ്ഥാനമായുള്ള ലേക്കർ ഇന്ത്യ കോർപ്പറേഷൻ എന്ന സ്ഥാപനത്തിന്റെ പാർട്ണറാണ് ടി വീണ. മാസപ്പടി കേസിൽ വീണയുമായി ബന്ധപ്പെട്ട അക്കൗണ്ടുകൾ മരവിപ്പിച്ചതിൽ ഏറ്റവും കൂടുതൽ തുകയും ലേക്കർ ഇന്ത്യയുടെ അക്കൗണ്ടിലേതായിരുന്നു. 15,57,414 രൂപയാണ് മരവിപ്പിച്ചത്. ഇതേ രീതിയിൽ മറ്റ് കമ്പനികളിൽ ബിസിനസ് പങ്കാളികളായിട്ടുണ്ടോ എന്നും കടലാസ് കമ്പനികൾ രൂപീകരിച്ച് കൂടുതൽ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടുണ്ടോ എന്നുമാണ് ED അന്വേഷിക്കുന്നത്. ഇതിനൊപ്പം CMRLന്റെ കടലാസ് കമ്പനികൾ കേന്ദ്രീകരിച്ചും അന്വേഷണമുണ്ട്. സർക്കുലർ ഫണ്ടിങ്ങിലൂടെയായിരുന്നു CMRL കള്ളപ്പണം വെളുപ്പിച്ചിരുന്നത്. 15 വർഷത്തിനിടെ 182 കോടി രൂപയുടെ ക്രമക്കേടാണ് CMRL നടത്തിയത്. IT സേവനങ്ങളുടെ മറവിൽ എക്സാലോജിക്കുമായി പണമിടപാടുകൾ നടത്തിയ കമ്പനികൾ കേന്ദ്രീകരിച്ചും അന്വേഷണമുണ്ട്. സേവനങ്ങൾ സ്വീകരിക്കാതെയാണ് 12 കമ്പനികളും എക്സാലോജിക്കിന് പണം കൈമാറിയിരുന്നത്. സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച് ഏതാനും രേഖകൾ SFIO പിടിച്ചെടുത്തിരുന്നു. ജനം, കൊച്ചി.